മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വാമദേവനും മേഘനാഥനും ഭയങ്കരമായിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ് ചെയ്യുന്നത് തന്നെ. വാമദേവൻ പറയുന്നുണ്ട്, ഇനിയെങ്കിലും അവനെ കൊല്ലാതിരുന്നാൽ നമ്മുടെ ജീവിതം ഇല്ലാതാകും എന്നൊക്കെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട്. എന്തായാലും അവനെ തീർക്കാമെന്നും മേഘനാഥനും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉണ്ണി നേരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് കരുണയും കണ്ടിട്ട് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്, കമലേശ്വരത്ത്. അവിടെ ചെന്നിട്ട് നമ്മുടെ കണ്ണനോട് ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുകയാണ് ഉണ്ണി ചെയ്യുന്നത് തന്നെ. ഉണ്ണിയോട് കണ്ണൻ പറയുന്നുണ്ട്, നീ എനിക്കും എൻ്റെ ഈ വീട്ടിനും എൻ്റെ ഈ ജോലി സ്ഥലത്തും എല്ലാം എതിരായിട്ടാണ് നീ പ്രവർത്തിച്ചിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് ഉണ്ണി, നീ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ കണ്ണൻ തർപ്പിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോട് തർപ്പിച്ച് പറഞ്ഞ കണ്ണനാണെങ്കിൽ ഇറങ്ങിപ്പോവാൻ വേണ്ടി പറയുമ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അവൻ നിൻ്റെ അനിയനാ, അത് നീ മനസ്സിലാക്കണം കണ്ണ എന്നുള്ള രീതി പറയുമ്പോൾ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്, അവനെ നീ ഒന്ന് ജയിലിൽ നിന്ന് ഇറക്കാൻ പോലും നീ കൂട്ടാക്കിയില്ല, അവൻ ഇവിടെയെങ്കിലും നിന്നോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്, അമ്മേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിലും ഞാൻ ഇയാളുടെ അടുത്ത് താമസിക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല, ഇയാൾ എന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ആട്ടി പുറത്താക്കിക്കോട്ടെ, എനിക്ക് ഇയാൾ മാത്രമൊന്നുമല്ല ഏട്ടനായിട്ട് വേറെ ആൾക്കാരും ഉണ്ടെന്നൊക്കെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട്. അപ്പോഴേക്കും മഹാലക്ഷ്മി ഇങ്ങനെ കണ്ണനെയും മതി കണ്ണേട്ടാ നീയൊന്നും പറയണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇവനോടൊക്കെ സംസാരിച്ചില്ലെങ്കിൽ വേറെ ഒന്നും ശരിയാവില്ല, താനൊന്നും മിണ്ടാതിരിക്കുക എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് ദുർഗ, നിൻ്റെ അനിയനാണ്, നീ മിണ്ടാതിരിക്കുക കണ്ണ, എന്തൊക്കെയാണ് നീ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ നമ്മുടെ കണ്ണൻ ഉണ്ണിയെ പറയുന്നുണ്ട്. എന്നിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ഉണ്ണിയോട് പറയുന്നത്, ഇനി ഈ വീട്ടിലോട്ട് നീ വരാൻ പാടില്ല, കമ്പനിയിലോട്ടും നീ വരാൻ പാടില്ല, എന്നെ വിശ്വസിച്ചാണ് ഓരോരുത്തർ എനിക്ക് പൈസ തരുന്നത്, അത് നീ കാരണം ഇല്ലാതായാലും ശരിയാവില്ല, നല്ല മുന്നോട്ടം പോകുന്നുള്ളൊരു കമ്പനിയാണ് എൻ്റെതെന്നൊക്കെ നമ്മുടെ ഉണ്ണിയോട് കണ്ണൻ പറയുമ്പോൾ കണ്ണനോട് ഭയങ്കര ദേഷ്യമാവാണ് ഉണ്ണിക്കാണെങ്കിൽ. അങ്ങനെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്, കണ്ണനോടുള്ള ഈ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മേഘനാഥൻ്റെ അടുത്താണ് നമ്മുടെ ഉണ്ണി പോകുന്നത് തന്നെ. ഉണ്ണിയോട് മേഘനാഥൻ വാക്ക് കൊടുക്കുന്നുണ്ട്, അവനെ എത്രയും പെട്ടെന്ന് നമ്മൾ തീർത്തിരിക്കും കണ്ണ, നീ ഒട്ടും തന്നെ പേടിക്കണ്ട, നിൻ്റെ ജീവിതം നശിപ്പിച്ചവനെ നമ്മൾ കൈയോടെ തന്നെ, നിൻ്റെ കൈകൊണ്ട് തന്നെ അവനെ കൊല്ലാം എന്നൊക്കെ നമ്മുടെ ഉണ്ണിയോട് പറയുമ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഒരു പ്രതികാരം വീട്ടാനായിട്ടുള്ളൊരു മനസ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.